ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സൗമ്യ. ഞാൻ ചേർത്തല സെൻറ്റ് തോമസ് ചർച്ച് നെടുമ്പ്രക്കാട് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2019 ഫെബ്രുവരി മാസമാണ്. അന്ന് വന്ന് ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും എനിക്ക് തുടർന്നുള്ള പുതുക്കാനുള്ള സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾ മൂലം എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ലായിരുന്നു. തുടർന്ന് ഞാൻ വിദേശത്തേക്ക് പോകുവാനായിട്ട് OET എക്സാം എഴുതാൻ തുടങ്ങി. നിരന്തരമായി 4 പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് സ്പീക്കിംഗ് മാത്രം കിട്ടുന്നില്ലായിരുന്നു. എപ്പോഴും സ്പീക്കിങ്ങിന് 340 മാത്രം സ്റ്റക്കിൽ ആയി ഇങ്ങനെ നിൽക്കും. അപ്പോൾ എൻ്റെ ട്യൂട്ടേഴ്സ് എല്ലാം പറയും ഇനിയും കിട്ടും, വീണ്ടും വീണ്ടും എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി എനിക്ക് 4 പ്രാവശ്യം എഴുതിയിട്ടും സ്പീക്കിംഗ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞത്, ഈ ഉടമ്പടി എടുത്തിട്ട് പുതുക്കിയില്ലല്ലോ ഇതുവരെ, അതുകൊണ്ട് മാതാവ് നിന്നെ പരീക്ഷിക്കുന്നതായിരിക്കും, നീ വീണ്ടും വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഞാനിവിടെ ഒക്ടോബർ മാസം 2023 ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി OET എക്സാമിന് സ്പീക്കിങ്ങിന് മാത്രമായി ഡേറ്റ് എടുത്തു. അന്നേരം എൻ്റെ മനസ്സിൽ ന്യൂസിലാൻഡിലേക്ക് പ്രോസസ്സിങ് തുടങ്ങാം, ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്നായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഹോൾ ടിക്കറ്റ് ജോസഫ് അച്ഛനെ കാണിച്ചു. അച്ഛൻ എനിക്ക് ഇവിടുന്ന് കാശുരൂപം തന്നു മാതാവിൻ്റെ. ഞാൻ മാതാവിൻ്റെ കാശുരൂപവുമായി OET എക്സാം എഴുതാനായിട്ട് പോയി. എക്സാം എനിക്ക് ഭയങ്കര പാടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, എനിക്കറിയില്ല പാസ്സാകുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ലായിരുന്നു. ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചു. എക്സാമിന് പോയപ്പോഴും ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടി ഉപ്പുമായിട്ടാണ് പോയത് എക്സാമിന്. എക്സാം ഹാളിൽ ചെന്ന് ഞാൻ നന്നായി മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത്. റിസൾട്ട് വന്നപ്പോഴത്തേക്കും 370 ആയിരുന്നു എൻ്റെ സ്കോർ. എൻ്റെ ട്യൂട്ടർ പോലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്രയും മാർക്ക് കിട്ടുമെന്ന്. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, എല്ലാവരെയും വിളിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് ആ മാസം തന്നെ തുടങ്ങി. എൻ്റെ കാര്യങ്ങൾ, എൻ്റെ CGFNS ആണെങ്കിലും മറ്റുള്ള എക്സാം തുടർന്നുള്ള IQ തിയറി എക്സാം ആണെങ്കിലും എല്ലാം പെട്ടെന്ന് ഫാസ്റ്റായിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് വെച്ചത്. ഞാനിവിടെ വരുമ്പോൾ ജോസഫ് അച്ഛൻ എപ്പോഴും പറയും നമ്മുടെ മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ മാതാവാണെന്ന്. എനിക്കതിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. കാര്യം എൻ്റെ പ്രോസസ്സിങ് ഇപ്പോൾ 30 ദിവസം എടുക്കുമെന്ന് പറയുന്ന കാര്യം ചിലപ്പോൾ 20 ദിവസം കൊണ്ട് എൻ്റെ പേപ്പർ റെഡിയായി വരുമായിരുന്നു. CGFNS 28 ദിവസം കൊണ്ടാണ് എൻ്റെ കംപ്ലീറ്റ് ആയി കിട്ടിയത്. അത് മാതാവിൻ്റെ സമയച്ചുരുക്കം മൂലം എനിക്ക് ലഭിച്ച അനുഗ്രഹമാണത്. അത് കഴിഞ്ഞ് 2024 ജൂലൈ മാസം ഞാൻ ഇവിടുന്ന് ന്യൂസിലാൻഡിലേക്ക് പോകുമ്പോൾ ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് പോയത്. അതായത് ഉടനെ തന്നെ തിരിച്ചു വരാൻ സാധിക്കത്തില്ല, അവിടെ ചെന്ന് ജോബൊക്കെ ആയി ഇനി ഞാൻ വരുമ്പോൾ താമസിക്കും. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞ് സാക്ഷ്യത്തിൻ്റെ ഒരു പേപ്പറും കൂടെ വാങ്ങിയിട്ടായിരുന്നു പോയത്. അച്ഛൻ പറഞ്ഞു നിനക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ വന്ന് സാക്ഷ്യം പറയണം. കാര്യം ഒരു എക്സാം എഴുതാൻ വേണ്ടി അവിടെ ചെന്ന് എക്സാം എഴുതി രജിസ്ട്രേഷൻ കിട്ടി നമുക്ക് ജോബിന് ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞ് വേണം നമുക്ക് ജോബ് കിട്ടാനായിട്ട്. അന്നേരം നമുക്ക് കൺഫേം ആകുള്ളൂ അവിടെ നമുക്ക് തുടർന്ന് നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ. ഇവിടുന്ന് അവിടെ ചെന്ന് OSCE എക്സാം എഴുതി, അതും ഭയങ്കര പാടായിരുന്നു. ഓഗസ്റ്റ് മാസം ഞങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരുപാട് പേര് ഫെയിലായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. മാതാവിനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാക്കി. ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു 1.5 ലക്ഷം രൂപയാണ് വീണ്ടും ഒരു എക്സാം എഴുതുന്നതിന്. മാതാവ് അതും സമയച്ചുരുക്കത്തിൽ തന്നെ എന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാക്കി. എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി. അതിൻ്റെ പുറകെ തന്നെ ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷനും കൂടെ എനിക്ക് ലഭിച്ചു. അത് കഴിഞ്ഞ് ജോബിന് കണ്ടിന്യൂസ് ആപ്ലിക്കേഷൻ ഇടാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ഒരു പ്രോഗ്രസ്സും കാണിക്കുന്നില്ലായിരുന്നു. എല്ലാവർക്കും റിജക്ഷൻസാണ് വന്നുകൊണ്ടിരുന്ന കൂടെ എനിക്കും അതുപോലെ തന്നെ വന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം എനിക്ക് ന്യൂസിലാൻഡിലെ ഒരു വലിയ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഇൻ്റർവ്യൂവിനായി എന്നെ ക്ഷണിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ 1.5 ആഴ്ചയോളം വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ എനിക്കത് സെലക്ട് ആയില്ല. അങ്ങനെ ഞങ്ങളുടെ വിസ എക്സ്പയർ ആകുന്ന സമയമായി. ഒക്ടോബർ 20 2024 നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. നാട്ടിൽ തിരിച്ചു വന്ന് ഞാൻ വീണ്ടും നാട്ടിൽ തന്നെ ജോലിക്ക് കയറി. അങ്ങനെ ഇരിക്കെ എനിക്ക് ഞാനിവിടെ വന്ന് ഒക്ടോബർ 20 നാട്ടിൽ വന്ന് ഒക്ടോബർ 23 വന്ന് ഞാൻ വീണ്ടും എൻ്റെ പഴയ ഉടമ്പടി പുതുക്കി. എന്നിട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് അവിടെ തന്നെ ചെല്ലണം, ന്യൂസിലാൻഡിൽ എനിക്ക് എത്തണം, എനിക്ക് അവിടെ ചെന്ന് ജോലി ചെയ്തേ പറ്റൂ. ഞാൻ ഇത്രയും ഒരുപാട് 15 ലക്ഷം രൂപ മുടക്കിയാണ് ഞാൻ ന്യൂസിലാൻഡിലേക്ക് എത്തിയത്. തിരിച്ച് നാട്ടിൽ വന്ന് പലതും പറയാൻ തുടങ്ങി. ഏജൻസി പറ്റിച്ചു, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയാൻ തുടങ്ങി. പക്ഷേ ശരിക്കും നടന്നത് എന്താണെന്ന് നമുക്ക് മാത്രമേ എനിക്ക് മാതാവിന് മാത്രമേ അറിയാമുണ്ടായിരുന്നുള്ളൂ. ഞാൻ രജിസ്ട്രേഷനോട് കൂടിയാണ് തിരിച്ച് നാട്ടിലെത്തിയത്. കണ്ടിന്യൂസ് ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലാൻഡിലും ഞാൻ ജോബിന് ആപ്ലിക്കേഷൻ ഇട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ എനിക്ക് ഓസ്ട്രേലിയയിൽ ഒരു ഗവൺമെൻറ്റിലേക്ക് ജോലിക്കായി ലഭിച്ചു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഫെബ്രുവരിയിൽ എൻ്റെ വിസ വന്നു. മാർച്ച് 10-ാം തീയതി ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. എനിക്ക് മാർച്ച് 17-ാം തീയതി അവിടെ ജോയിൻ ചെയ്യണം. മാതാവിൻ്റെ അത്ഭുതകരങ്ങളുടെ ശക്തിയാൽ എനിക്ക് ന്യൂസിലാൻഡിൽ പോകാനിരുന്ന എന്നെ അമ്മ മാതാവ് ഓസ്ട്രേലിയയിലാണ് എത്തിച്ചത്. നമ്മളെല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ഇരട്ടിയായിരിക്കും മാതാവ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇത്രയും താമസിച്ചപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനിയൊന്നും നടക്കത്തില്ല, ഒരു കാര്യങ്ങളും എനിക്കിനി പോകാൻ പറ്റത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ന്യൂസിലാൻഡിൽ പോകാൻ ആഗ്രഹിച്ച എന്നെ അമ്മ മാതാവ് ഓസ്ട്രേലിയയിലേക്കാണ് എത്തിക്കുന്നത്. ന്യൂസിലാൻഡിൽ ചെല്ലുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ച് നാൾ അവിടെ താമസിച്ചതിന് ശേഷം ഓസ്ട്രേലിയയിലേക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തേടി പോവുക എന്നുള്ളതാണ്. മാതാവിനെ ഡയറക്റ്റ് അങ്ങനെ ഒരു വഴിയിലേക്ക് പോകാതെ തന്നെ ഡയറക്റ്റ് മാതാവിനെ ഓസ്ട്രേലിയയിലേക്കാണ് എത്തിക്കുന്നത്.
അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മാതാവിൻ്റെ ഈ അനുഗ്രഹങ്ങൾക്ക് ആയിരം നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി പത്രം ഹോസ്പിറ്റലിൽ പേഷ്യൻസിനും എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുമായിരുന്നു. കൃപാസനത്തെക്കുറിച്ച് അറിയാത്തവർക്കൊക്കെ ഞാൻ കൃപാസനത്തിൽ അമ്മയുടെ അത്ഭുത ശക്തിയും ഇവിടെ വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്ന മാതാവിൻ്റെ പ്രസൻസ് ഒരുപാട് പ്രാവശ്യം ഞാൻ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ എനിക്കൊരു പ്രസൻസ് മാതാവിൻ്റെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എല്ലാവരോടും പറയും, ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ആ അത്ഭുതം എല്ലാവർക്കും ലഭിക്കും. പ്രത്യേകിച്ച് ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് മാതാവിൻ്റെ അത്ഭുത സാന്നിധ്യം പല സ്ഥലങ്ങളിലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ രോഗികളെ സന്ദർശിക്കാനായിട്ട് പോകുമായിരുന്നു. രോഗികൾക്ക് പ്രായമായവരെയൊക്കെ കാണാൻ പോവുകയും അവർക്ക് ശുശ്രൂഷ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി തൈലം വയ്യാതെ വരുന്നവർക്കൊക്കെ ഞാൻ പുരട്ടി കൊടുക്കുമായിരുന്നു. വീട്ടിലാണെങ്കിലും ഒരുപാട് ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഉപ്പാണെങ്കിലും വയറുവേദന വരുമ്പോഴൊക്കെ ഉപ്പ് സേവിക്കുമ്പോഴത്തേക്കും നല്ല എല്ലാവർക്കും ഒരുപാട് രോഗി സൗഖ്യം ലഭിച്ചതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പത്രം കൊടുക്കുന്നതോടുകൂടി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പത്രം കൊടുക്കും. ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോലും തന്നെ ഞാനിതിനോട് അവരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കും. ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് ഒരുപാട് പേരെ കൃപാസനത്തിലേക്ക് വരാനായിട്ട് ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം നന്ദി. തോബിത്തിൻ്റെ പുസ്തകം 14:9. നിനക്ക് ശുഭം ഭവിക്കുവാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. സൗമ്യ മനു എന്ന ഈ മകൾ വിദേശത്ത് പോകുവാൻ വേണ്ട പ്രോസസ്സ് നടക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധമ്മയുടെ സംരക്ഷണം തേടി ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നതിനെയാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടിയെടുത്ത നാളെ മുതൽ ഓരോ കാര്യവും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ വേഗത്തിൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഓരോ പ്രോസസ്സുകളും മുന്നോട്ട് മകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. വലിയ ക്ലേശമോ തടസ്സങ്ങളോ മാനസികമായ സംഘർഷങ്ങളോ ഒന്നുമില്ലാതെ മകളുടെ ന്യൂസിലൻഡ് പ്രോസസ്സ് അത് നന്നായി തന്നെ അമ്മ മാതാവ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. അവിടെ ചെന്ന് ഔസ്കി പരീക്ഷ എഴുതുവാനും പരീക്ഷയിൽ ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളും അമ്മ മാതാവ് അനുവദിച്ച് നൽകിയതിനെ സന്തോഷത്തോടും നന്ദിയോടും കൂടി തന്നെയാണ് മകൾ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക. എന്നാൽ അവിടെ ഒരു ജോലി നേരിട്ട് കണ്ടെത്തുക മകൾക്ക് സാധിച്ചില്ല. എന്നാൽ ഒത്തിരി പരീക്ഷകൾ അവിടെ തന്നെ ഇൻ്റർവ്യൂ മകൾ പങ്കെടുത്തിരുന്നു. ഒത്തിരി ഇടങ്ങളിൽ മകൾ അന്വേഷണം നടത്തിയിരുന്നു. ഇന്ന് ന്യൂസിലൻഡിൽ ചെല്ലുന്നവർ നേരിടുന്ന പ്രതിസന്ധിയാണ് മകൾക്കുണ്ടായത്. ഒരു ജോലി സുരക്ഷിതമായി അവിടെ കണ്ടെത്തുകയോ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ തുറന്നു കിട്ടുകയോ ചെയ്യാതിരുന്നത്. മകൾ അതിൻ്റെ കാലം പൂർത്തിയാക്കി നാട്ടിലേക്ക് വരുമ്പോഴും അതിൻ്റെ പരിശ്രമങ്ങളിൽ ഏർപ്പെടുമ്പോൾ മകൾക്ക് ഒന്നുറപ്പുണ്ട്, താൻ കൂടെ കൂട്ടിയിരിക്കുന്ന അമ്മ മാതാവ് കൈവിടില്ല. താൻ ഇത്രനാളും പരിശ്രമിച്ചത്, പഠിച്ചത്, പണം മുടക്കിയത് പാഴാവില്ല. അത് അമ്മ മാതാവ് എനിക്കൊരു തുറവി, ഒരു ഓപ്പണിംഗ് എനിക്ക് കൃത്യമായി തരിക തന്നെ ചെയ്യും. മകൾ പറയുന്നത് പോലെ തന്നെ ന്യൂസിലൻഡിനേലും ഇന്നെല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഓസ്ട്രേലിയയിലേക്കാണ് അമ്മ മാതാവ് മകൾക്ക് വേണ്ടി അവസരം കാത്തുവെച്ചത്. ചില കാര്യങ്ങൾ നമുക്ക് വൈകുമ്പോൾ എല്ലാ കാലത്തേക്കുമായി നമ്മളിൽ നിന്ന് എടുത്തു നീക്കുന്നു എന്ന് കരുതരുത്. ചില നിയോഗങ്ങൾ നമുക്ക് ലഭിക്കുവാൻ വൈകുന്നതിൻ്റെ കാരണം കൂടുതൽ മെച്ചപ്പെട്ടത് ഒരുക്കി തരുവാനായി ദൈവം നമ്മളെ തയ്യാറാക്കുകയും അതിനുള്ള വഴികളിലേക്ക് നമ്മളെ നടത്തുകയും ചെയ്യുന്നു എന്ന് കൂടിയാണ്. മകളത് പറയുന്നുണ്ട്. ഓസ്ട്രേലിയയിലേക്കുള്ള ഇൻ്റർവ്യൂ വരുന്നതും മറ്റുള്ളവരൊക്കെ പണം നഷ്ടപ്പെടുത്തു, ഏജൻസി കബളിപ്പിച്ചു എന്നൊക്കെ ആക്ഷേപങ്ങൾ പറയുമ്പോഴും അല്പം പോലും മനമിടാതെ നല്ല പൂർണ്ണമായ വിശ്വാസത്തോടെ ഒക്ടോബർ 20 നാട്ടിലെത്തുകയും 23-ാം തീയതി അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി പുതുക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ അമ്മയുടെ ഉടമ്പടിയിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തതുപോലും ആ വിശ്വസ്തതയ്ക്കും അമ്മ മാതാവിലുള്ള ശരണപ്പെടലിനും ഒട്ടും പിന്നോട്ടില്ല എന്നത് തന്നെയാണ്. അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് തിരികെ വരുമ്പോൾ മനസ്സുമെടുത്തും ദൈവത്തെ മറന്നും എല്ലാവരെയും പഴിപറഞ്ഞുമൊക്കെ ജീവിക്കേണ്ട ദിവസങ്ങളാണ്. അങ്ങനെയല്ല മകളുടെ കാര്യത്തിൽ സംഭവിക്കുക. വിദേശത്ത് നിന്ന് വന്നുടൻ തന്നെ അമ്മയുടെ അരികിലെത്തി കൂടുതൽ ആഗ്രഹത്തോടെ ശരണത്തോടു കൂടി ഉടമ്പടി പുതുക്കിക്കൊണ്ട് ജീവിതത്തെ അല്പം കൂടി ഒന്ന് ഷാർപ്പൺ ചെയ്തു, മൂർച്ചയുള്ളതാക്കി, അല്പം കൂടി ഒന്ന് ഫോക്കസ് ചെയ്തു, അല്പം കൂടി ഒന്ന് ഉടമ്പടി അത് ക്രാക്കാകും വിധം തൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി കടുപ്പമുള്ളതാക്കി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതായി മാറ്റി എന്നതാണ് മകളുടെ പ്രത്യേകത. മകൾ പറയുന്നുണ്ട്,
ഉടമ്പടി അത് പുതുക്കി അല്പ ദിവസം കഴിയുമ്പോൾ തന്നെ ഓസ്ട്രേലിയയിലേക്കുള്ള വഴികൾ തുറന്നു കിട്ടി. അടുത്ത ദിവസം മകൾ ഓസ്ട്രേലിയയിലേക്ക് ജോലിക്ക് വേണ്ടി പോവുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട ഓഫർ ലഭിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട കുടുംബ സാഹചര്യങ്ങൾ അവിടെ ലഭിക്കുമെന്ന ഇന്ന് എല്ലാവർക്കും ലഭിക്കുന്ന പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അമ്മ മാതാവ് കൂടുതൽ ഗുണകരമായ സാഹചര്യത്തിലേക്ക് മകളുടെ കരം പിടിച്ച് നടത്തിയതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. ഈ സാക്ഷ്യത്തിൻ്റെ 2-3 പ്രത്യേകത. ഒന്ന്, ആദ്യത്തേത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോട് നമ്മൾ വിശ്വസ്തത പുലർത്തി ഉടമ്പടി ജീവിക്കുമെങ്കിൽ നമ്മുടെ ക്ലേശങ്ങൾ, തടസ്സങ്ങൾ വേഗത്തിൽ മാറ്റിത്തന്നുകൊണ്ട് ജീവിതത്തെ സുഗമമായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കും. 2, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിയോഗങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് ഒരല്പം താമസമുണ്ടായാൽ നിരാശപ്പെട്ട് പിന്തിരിയരുത്. ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പുതിയ വഴികൾ, മെച്ചപ്പെട്ട വഴികൾ അമ്മ മാതാവ് തുറന്നു തരും എന്നത് മറന്നു പോകരുത്. 3, ഇടർച്ചയുണ്ടാവുകയോ തളർച്ചയുണ്ടാവുകയോ പരാജയമുണ്ടാവുകയോ ആഗ്രഹിച്ചതുപോലെ നടക്കാതിരിക്കുകയോ ചെയ്താൽ ദൈവസന്നിധിയിൽ നിന്ന് ദൂരെ പോവുകയല്ല, വീണ്ടും ദൈവസന്നിധിയിൽ അടുത്തെത്തി മുട്ടുമടക്കി കൂടുതൽ ശരണപ്പെടുത്തി നമ്മളെ തന്നെ സമർപ്പിക്കുവാനുള്ള എളിമപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന അനുഗ്രഹം വേഗത്തിലാക്കുവാൻ അമ്മ മാതാവ് നമുക്ക് കൂടെ ഉണ്ടാകും എന്ന ഓർമ്മപ്പെടുത്തലും മകളുടെ വാക്കുകളിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങളൊക്കെയും മകൾക്ക് നൽകിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.